I know that you're afraid. You're afraid of us. Wow, that was amazing. ഇത് ചിങ്കാരി മൂപ്പൻ, കാടിന്റെ കൺകണ്ട ദൈവം. എല്ലാ വർഷത്തിലും 21 ചുവന്ന വിള രാശിയിൽ നാഗത്താൻ മലയിലെ മലമുട്ടിക്ക് 101 സുഗന്ധ ദ്രവ്യങ്ങളും 201 ദുർഗന്ധ ദ്രവ്യങ്ങളും ഹോമിച്ച് കാടന്മാരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി മനമുരുകി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മൂപ്പൻ. ചിങ്കാരി മൂപ്പന്റെ സ്വന്തം പുത്രി എന്ന് അവകാശപ്പെടുന്ന തരുണി മണിയാണ് നമ്മുടെ ഈ കഥയിലെ നായിക. പൊക്കണങ്കാട് ചമ്പകം അഥവാ PK ചമ്പകം. നായികയെ കണ്ട് കൺട്രോൾ ഇടുന്ന കാണികൾ സ്റ്റേജിലേക്ക് ഇരച്ചു കയറാതിരിക്കാൻ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ നായികയെ ഒന്ന് എത്തി നോക്കാം. ഈ കാട്ടിലെ ഏക കന്യകയാണവൾ. ഒരു ജാതി ഫോട്ടോജനിക് ഫിഗർ. ഫോട്ടോയേക്കാൾ ഭംഗി നെഗറ്റീവിനാണോ എന്നൊരു സംശയം. കള്ളി ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവരശ പൂത്ത കണക്കനെ അഞ്ചുന്ന ചേനക്ക് നട നട എന്ന നട കണ്ട തീയ മുടിയടിക്കും നോക്ക് വിളിക്കുന്ന തുള്ളി തുളുമ്പുന്ന ചേന. ചിന്നി ചിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവരശ പൂത്ത കണക്കനെ അഞ്ചുന്ന ചേനക്ക് നട നട എന്ന നട കണ്ട തീയ മുടിയടിക്കും നോക്ക് വിളിക്കുന്ന തുള്ളി തുളുമ്പുന്ന ചേന. അവളുടെ ഗ്രോസ് ഫീച്ചേഴ്സ് ഒരു പാത്തോളജി എക്സാമിന് എഴുതാൻ പറഞ്ഞാൽ ഞാൻ പറയും അവളുടെ ആക്സിയൽ സെക്ഷൻ കൊറോണൽ സെക്ഷനേക്കാൾ എത്രയോ നല്ലതാണ്. മൊത്തത്തിൽ അവളെ പറ്റി പറഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരുമാതിരി ഫാർമക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ പോലെ. അതെ സുഹൃത്തുക്കളെ, അവൾക്കെന്നും ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം അവളാണ് കാടിന്റെ സ്വപ്ന സുന്ദരി. കാടന്മാരുടെ ഉറക്കം കെടുത്തുന്ന മല്ലികാ ശരാവത്ത്. കാട്ടരുവിലൊന്ന് കുളിക്കാൻ, കാട്ടുവഴിയിലൂടെ ഒന്ന് നടക്കാൻ, പോട്ടെ ഒരു കാട്ട് പടം കാണാൻ പോലും ഈ കശ്മീരന്മാർ അവളെ സമ്മതിക്കാറില്ല. ഒരുമാതിരി ഗോഡ്സ് ഓൺ കൺട്രി ഫെല്ലോസ്. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനും കൂട്ടിനോ എന്റെ കരളിലെ മാതിരോ. ഏകാന്ത
ഡിസൂസ. 5-6 മുതല കുഞ്ഞുങ്ങളുടെ ഉടമയായ മിസ്റ്റർ പെരേരയുടെ ഏക മകൻ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും അവൻ മനസ്സുകൊണ്ടൊരു കുട്ടിയാണ്. ഒരുമാതിരി ഒരു തരം കുഞ്ഞാലിക്കുട്ടി. ഈർക്കിളിമേൽ സാരി ചുറ്റിയാൽ മണപ്പിച്ച് നടക്കുന്ന സ്ത്രീ അമ്പടൻ. അവളെ കാണുന്നതെന്നും ഡിസൂസക്കൊരു ഹരമായിരുന്നു. പതിവ് പോലെ അവൻ അവളോട് പറഞ്ഞു, നീ എന്റെ പുലരികൾ നിന്റെ കാർക്കൂന്തൽ കണ്ട് ഞാൻ മയങ്ങി. നീ ആരാകുന്നു പ്രിയെ? ആസ്പരസോ അതോ ജലകന്യകയോ? നിനക്കുമില്ലേ അമ്മ, അമ്മക്കുമില്ലേ പങ്ങൾ? ഭാരതപ്പുഴയുടെ കുത്തൊഴുക്കിൽ ഒഴുകി വന്ന പച്ച ജിറാഫുകൾ നിന്നെ നോക്കി മന്ദാസിക്കുന്നു. ഐ ലവ് യു. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം. അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന ആമ്പിള്ളവരോട് പെണ്ണുങ്ങൾക്ക് ഇച്ചിരി കോൺസെൻട്രേഷൻ കൂടുതലാണ്. റീഡിംഗ് റൂമിൽ ഒരു പഠിത്തോ അമൂല്യ ഐസ്ക്രീം തീറ്റയും ബാസ്കറ്റ്ബോൾ കളിയും. ബൈ ദ വൈ, അന്ന് രാത്രി കാട്ടിലെ ഉത്സവത്തിന് കാണാമെന്ന് പറഞ്ഞവർ പിരിഞ്ഞു. അതെ സുഹൃത്തുക്കളെ, നമ്മുടെ കഥയിലുമുണ്ടൊരു വില്ലൻ. അവനെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കാഴ്ചയിൽ സുന്ദരൻ, ജാതിയിൽ ഉയർന്നവൻ, വിദ്യാഭ്യാസ സമ്പന്നൻ, അഥവാ ആഗോളാഭാസ സ്ഥാപക പ്രക്ഷുബ്ധ വികൃത സുന്ദരൻ. അവന്റെ പേര് കേട്ടാൽ കാട് വിറക്കും, നാട് കിടുങ്ങും. അവനാണ് മിസ്റ്റർ KKT അഥവാ കിങ് കോങ്. കലങ്ങിയില്ല. ഡിസൂസയും ആളൊട്ടും മോശക്കാരനല്ല. സമപ്രായക്കാർ മുലപ്പാൽ കുടിച്ച് വളർന്നപ്പോൾ മുതലപ്പാൽ കുടിച്ചാണ് ഡിസൂസ വളർന്നത്. മുതലകൾ ഡിസൂസക്ക് എന്നും ഒരു ഹരമായിരുന്നു. ഡിസൂസ കിങ്കോങ്ങിനെ നോക്കി അലറി, കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നീ എന്റെ മുതലക്കുഞ്ഞുങ്ങൾക്ക് ഇരയാവും. സഹകരിച്ച് എനിക്കും സുഖം, നിനക്കും സുഖം, ഇല്ലെങ്കിൽ നിനക്ക് മാത്രം സുഖം. എന്തെല്ലാമായിരുന്നു മുതല, പല്ലി, തവള, പാല്. എനിക്കപ്പോഴേ തോന്നി തമാർ പട്ട. കണ്ണില്ലാത്തപ്പോഴല്ലേ കണ്ണാടിയുടെ വില അറിയൂ. ഡിസൂസ പോയതോടുകൂടി ചെമ്പകം ഒരു ഏകാന്ത വനിതയായി. അവളൊന്ന് തീരുമാനിച്ചു, ഒന്നുകിൽ ഡിസൂസയുടെ കൂടെ മരണം, അല്ലെങ്കിൽ ഡിസൂസയുടെ കുഞ്ഞിന്റെ ജനനം. അവൾ മൂന്നും കൽപ്പിച്ചു പുറപ്പെട്ടു. ിൽ
ചെമ്പകത്തെ കണ്ടതോടുകൂടി കിങ്കോങ്ങിലെ ഇമ്രാൻ ഹാഷ്മി ഉണർന്നു. അവൻ അവളെ നോക്കി അട്ടഹസിച്ചു. സഹൃദയരെ, സെൻസർ ബോർഡ് വിലക്ക് കാരണം ഈ രംഗങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കുകയില്ല. CD അന്വേഷണങ്ങൾക്ക് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. ചെമ്പകത്തെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ സുഹൃത്തുക്കളെ? ആരുമില്ലേ? ഉണ്ട്, ഉണ്ട് സുഹൃത്തുക്കളെ, ഉണ്ട്. അതേ സുഹൃത്തുക്കളെ, നമ്മുടെ കഥയിലുമുണ്ടൊരു നായകൻ, ജഗജില്ലി. അതവൻ തന്നെ, വില്ലാതി വില്ലൻ, ഇന്റർനാഷണൽ കില്ലാടി ഗഫൂർ ഖദോസ്, ബെല്ലാരി ശംഭു. കോളേജിൽ പഠിക്കുമ്പോൾ അവൻ കോഴി ശംഭു, വെള്ളമടിച്ചാൽ വാലി ശംഭു. വേട്ടക്കാർക്കിടയിൽ അവൻ വെടി വീരൻ ശംഭു, അവൻ ബെല്ലാരി ശംഭു. അവർ ഏറ്റുമുട്ടാൻ തയ്യാറായി. മിസ്റ്റർ ശംഭു, അതാ ടൈഗ്രീസ് നദി ഒഴുകി വരുന്നു പച്ചയാർന്ന ഇറാഖിലൂടെ. എവിടെ ശംഭു ഇറാഖിലെ തെങ്ങിൻ തോപ്പുകൾ? എവിടെ ശംഭു വത്തിക്കാനിലെ കഥകളി രൂപങ്ങൾ? വൺ മിസ്റ്റർ കൊള്ളക്കാരൻ ടിൻഡു, നിന്റെ ഈ എല്ലാം അറിയാമെന്നുള്ള ഭാവമുണ്ടല്ലോ. ഒരുതരം നോസിയേറ്റിംഗ് മെഗലോമാനിയ മൈൻഡ്. അമ്മേ, The anatomy of the forensic physiology in the district of degenerating decency through the oxygen of the ventilator put in Johnson and Johnson during in the principles of the verification certificates for non-optional stenosis. Nothing democratic about it. ഇത്രയുമായപ്പോൾ അവർ ഒരു തീരുമാനത്തിലെത്തി. ഇതാണോ ജീവിതം? അവർ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുത്തു. What's going on? ശംഭു ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു. കണ്ടശങ്കാടവ് പാലത്തിനടുത്തൊരു വീട്ടിൽ തന്മാത്ര തങ്കപ്പനായി. തങ്കപ്പൻ ഇന്ന് 13 മക്കളാണ്. കാരണം അയാൾക്കൊന്നും ഓർമ്മയില്ല. എന്നാലും അയാളുടെ ഭാര്യയ്ക്ക് എല്ലാം അറിയാം. എങ്കിലും ചിലപ്പോൾ ചില രാത്രികളിൽ അവളും എല്ലാം മറക്കും. തന്റെ ജീവൻ രക്ഷിച്ച ശംഭുവിനോട് ചെമ്പകത്തിന് എന്തോ ഒരു കോണ്ടണേഷൻ. तुझे
ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും അവൾ ഇന്നും ആ കാട്ടിലെ ഒരേ ഒരു കന്യകയെ തുടരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയാൻ കാത്തിരിക്കും.